ഞങ്ങളുടെ ഗാർഡൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാലോ. ദേ നമ്മുടെ സ്നോ പീസൊക്കെ കിളുത്ത് വന്നിട്ടുണ്ട്. സ്നോ പീസ് കുറച്ചുകൂടെ മുന്നേ ഇട്ടിരുന്നെങ്കിൽ ഇപ്പോൾ നന്നായിട്ടായി വിളവെടുക്കാറായേനെ. പക്ഷേ ഇപ്പം ഞാൻ ലേറ്റായിട്ട് ഇട്ടതുകൊണ്ടാണ് ഇപ്പോൾ ഇത് വളർന്നു വരുന്നതേ ഉള്ളൂ. ഇത് നമ്മുടെ റാസ്ബെറീസ് നന്നായിട്ട് തഴച്ച് വളർന്ന് നിൽപ്പുണ്ട്. പൂവൊന്നും ആയിട്ടില്ല. നമ്മുടെ ആപ്രിക്കോട്ടിൽ ഫുള്ള് ഞാൻ പറഞ്ഞില്ലേ കാ പിടിച്ച് നിൽപ്പുണ്ട്. ഇപ്രാവശ്യം ഇതിനി വലയിടണം, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കോക്കനട്ട് മണത്തെറിഞ്ഞ് വന്ന് എല്ലാം പൊഴിച്ച് താഴെ ഇടും. ഇത് നമ്മുടെ ബ്ലാക്ക്ബെറി ആണ്. ബ്ലാക്ക്ബെറി ഇപ്രാവശ്യം ഉണ്ടാവുന്നില്ല എന്ന് തോന്നുന്നു. ഞങ്ങളിത് പ്രൂൺ ചെയ്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് പുതിയ തളിർപ്പ് വന്നതും ഇല്ല, കുറച്ചേ വന്നുള്ളൂ. ഇവിടെയൊക്കെ വരുന്നുണ്ട്, പക്ഷെ അതൊന്നും പൂ ഇട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം അത് ഉണ്ടാവില്ല എന്നധികം. ഇത് നമ്മുടെ മുന്തിരിയാണ്. മുന്തിരി പതൊക്കെ പൂവൊക്കെ ഇട്ട് വരുന്നുണ്ട്, തളിർത്ത് പൂവൊക്കെ ഇട്ടു. നമ്മുടെ ഓറഞ്ചും ലെമനും ആണ്. ലെമൺ ആദ്യം കാണിച്ചത്, ഇത് ഓറഞ്ച് നന്നായിട്ട് പൂവിടുന്നുണ്ട്. ഇത് സ്ട്രോബെറീസ് എല്ലാം നന്നായിട്ട് പൂത്തു. ഇപ്പൊ കുറെ പൂവൊക്കെ മാറിയിട്ട് കായായിട്ടുണ്ട്. ഇത് തൈമാണ്. ചട്ടിയിലിരുന്ന് തറയിലോട്ട് വെച്ചതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇതിന്റെ പൂ കാണുന്നത്. ഇത് കുറേയൊക്കെ നമ്മൾ വിത്തിട്ടത് മുളച്ച് വരുന്നുണ്ട്. ചീര, പിന്നെ പാക്ചോയി, ഇത് നമ്മുടെ ഏതോ ഒരു വെറൈറ്റി ചീരയാണ്.